കഴിഞ്ഞ ദിവസം സംവിധായകൻ സനൽകുമാർ ശശിധരൻ നടൻ ദിലീപിനെതിരെ രംഗത്തെത്തിയിരുന്നു. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രിമിനൽ മാനിപ്പുലേറ്ററാണ് ദിലീപ് എന്നാണ് സനൽ ആരോപിക്കുന്നത്. മഞ്ജു വാര്യരുമായി തനിക്കുള്ള അടുപ്പം തന്നെ ദിലീപിന്റെ ശത്രുവാക്കി. തന്റെ സിനിമകൾ പുറത്തിറങ്ങാതിരിക്കാനും തന്നെ അറസ്റ്റ് ചെയ്യിക്കാനുമെല്ലാം പിന്നിൽ നിന്നത് ദിലീപാണെന്നും സനൽ ആരോപിച്ചു. ഫേസ്ബുക്കിൽ പങ്കുവച്ച നീണ്ട കുറിപ്പിലാണ് ദിലീപിനെതിരെ സനൽകുമാർ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിനെക്കുറിച്ചോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചോ മഞ്ജു വാര്യർ ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് അവർക്കും മകൾ മീനാക്ഷിക്കും ജീവന് ഭീഷണി ഉള്ളതുകൊണ്ടാണ്. മഞ്ജുവിനോട് സംസാരിച്ചപ്പോൾ തനിക്കത് മനസ്സിലായെന്നും സനൽ പറയുന്നുണ്ട്. അതേസമയം സംവിധായകന്റെ പുതിയ ആരോപണങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് ചിലർ ഉയർത്തുന്നത്. മാധ്യമ ശ്രദ്ധ കിട്ടാതായതോടെ ദിലീപിനെതിരെ സംസാരിക്കുകയാണെന്നാണ് ചിലരുടെ കമന്റ്. ദിലീപിനെതിരെ സംസാരിച്ചാൽ മഞ്ജുവിന്റെ പിന്തുണ കിട്ടുമെന്നതുകൊണ്ടാണോ ഇത്തരത്തിൽ ആരോപണം ഉയർത്തുന്നതെന്നും ചിലർ ചോദിക്കുന്നു. സനൽ മാനസികാരോഗ്യത്തിന് ചികിത്സ തേടണമെന്നാണ് മറ്റ് ചിലരുടെ കമന്റ്. താങ്കൾ ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കാണുക, അയാളുടെ ഉപദേശപ്രകാരം മുടങ്ങാതെ മരുന്ന് കഴിക്കുക. സിനിമയൊന്നും താങ്കൾക്ക് പറഞ്ഞിട്ടുള്ള മേഖലയല്ല. മലയാള സിനിമയിൽ ഒന്നുമല്ലാത്ത താങ്കൾക്ക് എല്ലാവരും എന്നെ അപായപ്പെടുത്താൻ വരുന്നേ എന്ന് തോന്നുന്നുവെങ്കിൽ അത് മാനസിക വിഭ്രാന്തി മൂലമാണ്. എന്തെങ്കിലും ജോലിയെടുത്ത് മര്യാദയ്ക്ക് ജീവിക്കുക, രക്ഷപ്പെടും. അല്ലെങ്കിൽ അധോഗതിയായിരിക്കും. ചാനലുകളിൽ 100 തവണ ആവർത്തിച്ച് വന്ന കേരളത്തിലെ ഏതു കുഞ്ഞുങ്ങൾക്കും പോലും അറിയാവുന്ന പൾസർ സുനിയും ബാലചന്ദ്രകുമാറുമൊക്കെ നിരവധി തവണ ഛർദ്ദിച്ച ആ അപസർപ്പക കഥകൾക്കപ്പുറത്തല്ലാതെ മറ്റെന്താണ് ഫ്രോഡ് കുമാറെ ഈ പോസ്റ്റിലുള്ളത്? ചുമ്മാ ഇരുന്ന് തള്ളാതെ ആൾക്കാരെ പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയും പൈസ ഉണ്ടാക്കി തിന്നാതെ പണിയെടുക്കുക. മഞ്ജുവിനും മകൾക്കും ജീവന് ഭീഷണിയല്ലേ? ഏത് മകൾ ഡിവോഴ്സ് ആയ അന്ന് മുതൽ ഇന്ന് വരെ ദിലീപിന്റെ കൂടെയുള്ള മകൾ? നല്ല മൊയന്തൻ ആണല്ലോ നീ. ഇനി നമ്മളാരും അറിയാത്ത വേറെ മകളുണ്ടോ മഞ്ജുവിന്? പോയി വല്ല പണിയെടുത്ത് ജീവിക്കടോ. ഇത്രയും നാൾ മഞ്ജുവായിരുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ദിലീപായി. ഇനിയും നിങ്ങളുടെ പോസ്റ്റിന് റീച്ച് കിട്ടും. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. മുൻപ് മഞ്ജു വാര്യരുമായി ബന്ധപ്പെടുത്തി നിരവധി കുറിപ്പുകൾ സനൽകുമാർ പങ്കിട്ടതിന് പിന്നാലെ നടി സനലിനെതിരെ കേസ് കൊടുത്തിരുന്നു. കേസിൽ സനൽ അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ മഞ്ജു തനിക്കെതിരെ കേസ് കൊടുക്കില്ലെന്നും പരാതിയിൽ മറ്റാരോ ആണ് ഒപ്പിട്ടിരിക്കുന്നതെന്നുമായിരുന്നു സനൽ ആരോപിച്ചത്. അടുത്തിടെ താനും നടിയും തമ്മിൽ നിരന്തരം സംസാരിക്കാറുണ്ടെന്ന് അവകാശപ്പെട്ട് ചില ഓഡിയോ ക്ലിപ്പുകളും സനൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നും ഭീഷണി ഉള്ളതുകൊണ്ടാണ് അവർക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തതെന്നുമാണ് സനൽ ആരോപിച്ചത്. എന്നാൽ ഇതിനു പിന്നാലെ മഞ്ജു സനലിനെതിരെ വീണ്ടും കേസ് കൊടുത്തു. നിരന്തരം ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നു കാണിച്ചായിരുന്നു പരാതി.